ഹായ് ഫ്രണ്ട്സ്, കേരള ബാങ്ക് ക്ലാർക്ക് കാഷ്യർ പരീക്ഷയുടെ പരിശീലന പ്രോഗ്രാമിൻ്റെ 12ാമത് അധ്യായത്തിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ നേരത്തെ പഴയ വീഡിയോയിൽ പറയും പോലെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോകുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണകരമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് എത്തിക്കുക. ഇതിൻ്റെ നല്ല വശങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ മുൻ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾ എത്രയും പെട്ടെന്ന് തന്നെ ചാനൽ മെമ്പർഷിപ്പിലേക്ക് വരിക. കൂടുതൽ ഗുണകരമായ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങളെ കാത്തിരിക്കും. ആദ്യം തന്നെ നമുക്ക് സെക്ഷൻ 81-ൽ കോപ്പറേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ഘടന അല്ലെങ്കിൽ എങ്ങനെയാണ് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്ന് ഉള്ള കാര്യം വളരെ സിമ്പിളായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ സെക്ഷൻ 81-ൽ പറയുന്നത് ദ ഗവൺമെൻറ് ഷാൽ കോൺസ്റ്റിറ്റ്യൂട്ട് എ സിംഗിൾ മെമ്പർ ട്രിബ്യൂണൽ. പ്രത്യേകം നോട്ട് ചെയ്യുക, ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ട്രിബ്യൂണൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. ഇവിടെയൊക്കെ അടങ്ങിയിരിക്കുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ സാധ്യതകൾ നമ്മൾ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൽ കണ്ടതാണ്. കൂടുതൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് വരിക, അതിൽ മൾട്ടിപ്പിൾസ് ഓഫ് ആൻസേഴ്സ് ഉണ്ടാവും, അതിൽ ഒന്നിലധികം ശരി ഉത്തരങ്ങളുണ്ടാവും. ക്ലബ് ചെയ്തിട്ട് ഒരു ആൻസർ ആയിരിക്കും പറയുക. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നത്. ആ അർത്ഥത്തിൽ തന്നെ ശ്രദ്ധിച്ച് വേണം ഇതിനെ അപ്രോച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഈ ട്രിബ്യൂണലിൻ്റെ ഒരൊറ്റ വാക്കിലുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ അതേത് സെക്ഷനാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് വരുന്ന അതിൻ്റെ ഘടകങ്ങൾ നമ്മളെല്ലാം മനസ്സിൽ വെച്ചാൽ മാത്രമേ അതിൻ്റെ ആൻസർ ആപ്റ്റായിട്ട് നമുക്ക് ചെന്നെത്താൻ സാധിക്കൂ. അതുകൊണ്ട് വിശദാംശങ്ങളിലേക്ക് വിശദമായ ഡിസ്കഷൻ ശ്രദ്ധാപൂർവം കേട്ടിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം പറഞ്ഞു, ഗവൺമെൻറ്റാണ് ഈ ട്രിബ്യൂണലിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അധികാരി. അതൊരു പ്രധാന പോയിൻ്റാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് ഷാൽ കോൺസ്റ്റിറ്റ്യൂട്ട് എ സിംഗിൾ മെമ്പർ ട്രിബ്യൂണൽ. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക. അതിൻ്റെ അംഗത്വം സിംഗിൾ മെമ്പറാണ് എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക. ടു എക്സസൈസ് ദ പവേഴ്സ് ആൻഡ് ഡിസ്ചാർജ് ദ ഫങ്ഷൻ കൺഫേർഡ് ഓൺ ദ ട്രിബ്യൂണൽ അണ്ടർ ദിസ് ആക്ട്. ഈ ആക്ട് പ്രകാരമുള്ള ട്രിബ്യൂണലിൻ്റെ അധികാര അവകാശങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരു ഏകാംഗ ട്രിബ്യൂണലിനെ നിയമിക്കുന്നു എന്ന് സാരം. നമ്മുടെ നിയമത്തിൽ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ റിവേഴ്സ് രീതിയിലാണ് അതിൻ്റെ ട്രിബ്യൂണലിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത്. നമ്മളതിനെ തിരിച്ച് പോസിറ്റീവ് രീതിയിലേക്ക് മാറ്റുന്നു. രണ്ടാമത്തെ സബ്സെക്ഷനിൽ പറയുന്നത് ഈ പറയുന്ന ട്രിബ്യൂണലിൻ്റെ ക്വാളിഫിക്കേഷനാണ്. എന്താണ്? സംസ്ഥാനത്തെ ഡിസ്ട്രിക്ട് ജഡ്ജ് തസ്തികയിൽ ഉള്ള ഒരാളിന് മാത്രമേ ട്രിബ്യൂണൽ ആയി മാറാൻ കഴിയൂ. അപ്പോൾ ട്രിബ്യൂണലിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് പറയാം, he has been holding the post of a district judge in the state എന്ന് പറയുക. നിയമത്തിൽ അത് തിരിച്ച് അങ്ങനെ ഇല്ലാത്ത ഒരാളിന് പിന്നെ ട്രിബ്യൂണലായി നിയമിക്കപ്പെടാൻ അർഹതയില്ല എന്ന് പറയും. നമ്മളങ്ങനെ നോക്കണ്ട. എന്താണ് അർഹത? ഹി ഹാസ് ബീൻ, ട്രിബ്യൂണൽ ഹാസ് ബീൻ ഹോൾഡിങ്. അപ്പോൾ അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന ഒരാളിന് ഹി ഹാസ് ബീൻ ഹോൾഡിങ് ദ പോസ്റ്റ് ഓഫ് എ ഡിസ്ട്രിക്ട് ജഡ്ജ് ഇൻ ദ സ്റ്റേറ്റ് എന്ന് മാത്രം മനസ്സിലാക്കി വയ്ക്കുക. അതാണ് സബ്സെക്ഷൻ 2-ൽ പറയുന്ന കാര്യം. ട്രിബ്യൂണലിനെ കുറിച്ച്, അതിൻ്റെ ഘടനയെക്കുറിച്ച്, അതിൻ്റെ അധികാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ കുറിച്ച് കാര്യം പറയുന്നുണ്ട്. ആ ട്രിബ്യൂണലിൻ്റെ ശമ്പളം, സാലറി, അതുപോലെ തന്നെ മറ്റ് അലവൻസുകൾ, അതുപോലെ തന്നെ മറ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഇതൊക്കെ നിശ്ചയിക്കുന്നത് ആരാ? അപ്പോയിൻറ്റിംഗ് അതോറിറ്റി ആരാ? ഗവൺമെൻറ്. അതുകൊണ്ട് ടേംസ് ഓഫ് കണ്ടീഷൻസ് ഒക്കെ നിശ്ചയിക്കുന്നതും ഗവൺമെൻറ് തന്നെയാണ്. കാലാകാലങ്ങളിൽ ഗവൺമെൻറ്റിന് ഇത് നിശ്ചയിക്കാനുള്ള അധികാരം നൽകിക്കൊണ്ട് സെക്ഷൻ 81-ൽ വകുപ്പ് സബ്സെക്ഷൻ 3-ൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ട്രിബ്യൂണലിൻ്റെ പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് സംബന്ധിച്ച റെഫറൻസ് സംബന്ധിച്ചുള്ള ബന്ധപ്പെട്ട റൂൾസ് ഫ്രെയിം ചെയ്യാൻ ഗവൺമെൻറ് അധികാരമുണ്ട് എന്നും ഈ സെക്ഷൻ 81-ൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ കണക്റ്റഡ് റൂൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, റൂൾ 95. അപ്പോൾ സെക്ഷൻ 81, റൂൾ 95. ഈ റൂൾ 95-ൽ ട്രിബ്യൂണലിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ റൂൾ 95-ൽ പറയുന്നത് ഈ ട്രിബ്യൂണലിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയായിരിക്കും എന്നുള്ളതാണ്. അത് ഒരു സാധ്യതയുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് കരുതാം. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ട്രിബ്യൂണൽ എപ്പോഴും എവിടെയായിരിക്കും? തിരുവനന്തപുരമായിരിക്കും. പോയിന്റ് നമ്പർ 1. അതാണ് റൂൾ 95-ൽ പറയുന്നത്. ഇനി 81 പ്രകാരം, വകുപ്പ് 81 പ്രകാരം രൂപീകൃതമാകുന്ന ട്രിബ്യൂണലിന് ഒരു പേര് പറയും. എന്താണ്? ദ കേരള കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ എന്നാണ് അതിൻ്റെ പേര്. കൃത്യമായ പേര് മനസ്സിലാക്കുക. ദ കേരള കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ. അതിൻ്റെ ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ഷാൽ ബി അറ്റ് ട്രിവാൻഡ്രം. അതാണ് റൂളിൽ പറയുന്നുണ്ട്. അതാണ് റൂൾ 95. ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരമാണെങ്കിലും അതിൻ്റെ സിറ്റിങ്സ് എവിടെ വേണമെന്ന് ഇവർക്ക് കൃത്യമായി നിശ്ചയിക്കാൻ പറ്റും. ഈ ട്രിബ്യൂണൽ നിശ്ചയിക്കാം കേരളത്തിൽ എവിടെ അതിൻ്റെ സിറ്റിംഗ്
നടത്തണം, എവിടെ ഇരിക്കണം കേസ് എന്നുള്ളത് അവർക്ക് നിശ്ചയിക്കാൻ കഴിയും. ട്രിബ്യൂണലിൻ്റെ സംവിധാനം ഘടന സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു സെക്രട്ടറി, ട്രിബ്യൂണലിന് പുറമെ ഒരു സെക്രട്ടറി ഉണ്ടാവും. സെക്രട്ടറി ആരാണ്? ഒരു കോപ്പറേറ്റീവ് സഹകരണ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം ഈ ട്രിബ്യൂണലിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നുണ്ട്. ഏത് ഉദ്യോഗസ്ഥനും ആണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. മറ്റ് സ്റ്റാഫുകളെ ഗവൺമെൻറ്റിന് കാലാകാലങ്ങളിൽ നിശ്ചയിക്കാനും ഈ റൂള് അധികാരം നൽകുന്നുണ്ട്. റൂൾ 95. പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കി വയ്ക്കുക, ഇതിൻ്റെ ടൈം, ഓഫീസ് ടൈം എന്ന് പറയുന്നത് ഓഫീസ് ടൈം ആയിരിക്കും. കേരളത്തെ സംബന്ധിച്ച് സർക്കാർ ഓഫീസുകളുടെ ഓഫീസ് സമയക്രമം എന്ന് പറയുന്നത് 10:15, 5:15, രാവിലെ 10:15 മുതൽ വൈകിട്ട് 5:15 വരെയാണ്. അപ്പോൾ അതിനായിരിക്കും ട്രിബ്യൂണലിൻ്റെയും സമയക്രമം. അതുപോലെ തന്നെ സൺഡേയ്സും മറ്റ് ഗവൺമെൻറ് ഹോളിഡേയ്സും ഒക്കെ ട്രിബ്യൂണലിനും അവധിയായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് റൂൾ 95 പറയുന്നത്. വ്യക്തമായല്ലോ. ഇനി 81 ട്രിബ്യൂണൽ ആണെങ്കിലും 81A ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അത് പെട്ടെന്നൊന്ന് മനസ്സിൽ വയ്ക്കുക. വളരെ കാര്യമുള്ളതൊന്നുമല്ല, എങ്കിലും അത് ചോദിച്ചാൽ വിടരുത്. അതിനുവേണ്ടിയാണ് ഞാൻ പറയുന്നത്. 81A എന്താണ്? പ്രൊവിഷൻസ് ആസ് ടു സെർട്ടൻ പെൻഡിങ് പ്രൊസീഡിങ്സ് റെക്കോർഡിംഗ് ആണ്. ചില തീരുമാനങ്ങളിൽ പെൻഡിങ് വന്നിട്ടുള്ള ചില കേസുകൾ എങ്ങനെ ഡിസൈഡ് ചെയ്യണം എന്ന് ഈ സെക്ഷനിൽ കൃത്യമായി പറയുന്നുണ്ട്. അതാണ് സെക്ഷൻ 81A. അതിൽ ഒരു കാര്യം പറയുന്നത്, ഈ ട്രിബ്യൂണൽ അല്ലെങ്കിൽ എവറി പ്രൊസീഡിങ്സ് പെൻഡിങ് ബിഫോർ ദ ട്രിബ്യൂണൽ ഇമ്മീഡിയറ്റ്ലി ബിഫോർ ദ കമൻസ്മെൻറ്റ് ഓഫ് ദിസ് ആക്ട്. അപ്പോൾ ഈ 1969 ഈ ആക്ട് വരുന്നതിന് തൊട്ട് മുമ്പ് ഏതെങ്കിലും കേസുകൾ ട്രിബ്യൂണലിന് മുന്നിൽ പെൻഡിങ് ആണെങ്കിൽ, അതിൻ്റെ അവാർഡ് ആയിട്ടില്ല എങ്കിൽ, കേസിൻ്റെ ഘട്ടങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ ആ കേസുകൾ ട്രിബ്യൂണലിൻ്റെ മുന്നിൽ ഇതിനുശേഷം കൊണ്ടുവരികയും പെട്ടെന്ന് തന്നെ ഡിസ്പോസൽ ചെയ്യുകയും ചെയ്യണം. അതാണ് സെക്ഷൻ 81A പറയുന്ന പെൻഡൻസിയെ സംബന്ധിച്ച്. കേസ് പെൻഡൻസി, കേസ് അവാർഡാകാൻ കഴിയാതെ നിലനിൽക്കുന്ന കേസുകളെയാണ് പെൻഡിങ് കേസ് എന്ന് പറയുക. അത് ട്രിബ്യൂണൽ തന്നെ കൈകാര്യം ചെയ്യണം എന്നാണ് ആദ്യം പറയുന്നത്. ഇനി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഒരു പ്രൊവിഷൻ അവിടെ പറയുന്നുണ്ട്. ഈ RCSൻ്റെ മുന്നിലുള്ള ഏതെങ്കിലും കേസുകളുടെ പെൻഡൻസി ആണെങ്കിൽ പ്രധാനമായിട്ടും വരുന്ന 2 സെക്ഷനുകളിലാണ്, സെക്ഷൻ 32ഉം 33യും. നമുക്കറിയാം 32 നമുക്ക് സൂപ്പർ സെഷനാണ് നമുക്കറിയാം. ഈ 32 സൂപ്പർ സെഷനും അതുപോലെ 33 എന്താ? അപ്പോയിൻമെൻറ്റ് ഓഫ് ന്യൂ കമ്മിറ്റി in the case of failure of constitution of a certain committee at certain times. അതാണ് നമ്മൾ 33യിൽ പറയുന്നത്. അപ്പോൾ സൂപ്പർ സെഷൻ്റെ കേസിലായിരുന്നാലും ഒരു ചില സാഹചര്യങ്ങളിൽ ഒരു കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ 33. ഈ 2 വകുപ്പിലും RCSൻ്റെ കേസിൽ എന്തെങ്കിലും പെൻഡൻസി ഉണ്ടെങ്കിൽ ഷാൽ ബി സെൻറ്റ് ടു ദ ഗവൺമെൻറ് ഫോർ ദെയർ ഡിസിഷൻ എന്നാണ് കൃത്യമായി പറയുന്നത്. ഇത്തരം കേസുകൾ ഇനി കൈകാര്യം ചെയ്യേണ്ട RCS അല്ല, അത് ഗവൺമെൻറ്റിലേക്ക് കൈമാറേണ്ടതാണ്. ഇതാണ് 2 തരത്തിലുള്ള പെൻഡൻസി. അപ്പോൾ എന്താ? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൽ ഈ ആക്ട് വരുന്നതിന് മുമ്പ് ഏതെങ്കിലും കേസ് പെൻഡിങ് ആണെങ്കിൽ അത് ആർബിട്രേഷൻ കോർട്ട് തന്നെ കൈകാര്യം ചെയ്യണം. അതുപോലെ സെക്ഷൻ 32, 33 ഇവയുടെ കേസിൽ RCS കൈകാര്യം ചെയ്യുന്ന പെൻഡൻസി ഗവൺമെൻറ്റിലേക്കും വിടണം. ഇവിടെയൊക്കെ ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. 2 വട്ടം കേട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഇനിയാണ് പ്രധാനപ്പെട്ട ഈ ട്രിബ്യൂണലിൻ്റെ സെക്ഷൻ 82 വരുന്നത്. അത് അപ്പീൽ ടു ട്രിബ്യൂണലാണ്. ഏതൊക്കെ സാഹചര്യങ്ങളാണ്, ഏതൊക്കെ കേസിൻ്റെ സാധ്യതകളാണ് ട്രിബ്യൂണലിൻ്റെ മുന്നിൽ അപ്പീലായിട്ട് ചെല്ലേണ്ടത് എന്നാണ് സെക്ഷൻ 82ൽ പറയുന്നത്. അപ്പീൽസ് ടു ട്രിബ്യൂണൽ. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഏതൊക്കെ ടൈപ്പ് കേസാണ് ട്രിബ്യൂണലിൻ്റെ മുന്നിൽ അപ്പീലായി ചെല്ലേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ കേസ് നമുക്കറിയാം, സെക്ഷൻ 70 നമ്മൾ കണ്ടു. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടും RCSൻ്റെയും കീഴിൽ വരുന്ന കേസുകൾ ഏതൊക്കെ നമ്മൾ മോണിറ്ററി നോൺ മോണിറ്ററി ഡിസ്റ്റിങ്യൂഷ് ചെയ്ത് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു. അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്തായാലും സെക്ഷൻ 70 പ്രകാരമുള്ള അവാർഡ്സ് എങ്ങനെയാണ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന് അവർ ഇടുന്ന അവാർഡുകൾ, അതിന്മേലുള്ള അപ്പീലുകൾ നമ്മൾ ട്രിബ്യൂണലിന് മുന്നിലേക്ക് കൊണ്ടുവരും. നമ്പർ 1 മനസ്സിലായല്ലോ. സെക്ഷൻ 70 പ്രകാരം കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഇടുന്ന അവാർഡുകളിന്മേലുള്ള അപ്പീലുകൾ അത് ട്രിബ്യൂണൽ കൈകാര്യം ചെയ്യും. നമ്പർ 1. രണ്ടാമത്തെ പോയിന്റ് വരുന്നത് സെക്ഷൻ 14 പ്രകാരം രജിസ്ട്രാർ പുറപ്പെടുവിക്കുന്ന ഏതെങ്കിലും ഉത്തരവിന്മേലുള്ള അപ്പീൽ ട്രിബ്യൂണലിലാണ് പോകേണ്ടത്. എന്താണ് സെക്ഷൻ 14? നമ്മൾ പഠിച്ചതാണ്. ആക്ടിൻ്റെ ഡീറ്റെയിൽ സ്റ്റഡിയിൽ സെക്ഷൻ 14 പഠിച്ചു. അമാൽഗമേഷൻ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ്, ഡിവിഷൻ ഓഫ് സൊസൈറ്റീസ് എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ? അപ്പോൾ അതിന്മേൽ RCS പുറപ്പെടുവിക്കുന്ന ഏതെങ്കിലും ഓർഡേഴ്സിന്മേലുള്ള അപ്പീൽ പോകേണ്ടത് ട്രിബ്യൂണലിലാണ്. അപ്പോൾ 2 പോയിന്റ് നമ്മൾ പഠിച്ചു. ഇനി 3 സിമ്പിളാണ്. നമ്മൾ സെക്ഷൻ 70 പ്രകാരം കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഇടുന്ന ഏതെങ്കിലും അവാർഡിന്മേലുള്ള അപ്പീൽ പറഞ്ഞില്ലേ?
70 പ്രകാരം ആർബിട്രേഷൻ കോടതി മാത്രമല്ല RCSും ചില ഓർഡേഴ്സ് ഇടുന്നുണ്ട്. അതിൻ്റെ അപ്പീലും ട്രിബ്യൂണലാണ് പോകേണ്ടത്. അപ്പം മൂന്നാമത് അത് പറയാം. എങ്ങനെ? സെക്ഷൻ 70 പ്രകാരം RCS കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ പുറപ്പെടുവിക്കുന്ന ഉത്തരവിന്മേലുള്ള അപ്പീലുകൾ ട്രിബ്യൂണലിലേക്ക് പോകണം. അതാണ് മൂന്നാമത്തെ പോയിന്റ്. നമ്മൾ സെക്ഷൻ 70 പറഞ്ഞതുപോലെ ഇതിന്മേലുള്ള ഏതെങ്കിലും തീരുമാനത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ കേസ് ഗവൺമെൻറ്റിലേക്ക് റെഫർ ചെയ്യുകയാണ്. അങ്ങനെ സർക്കാരിലേക്ക് റെഫർ ചെയ്ത ഏതെങ്കിലും കേസുകളിന്മേലുള്ള അപ്പീൽ പിന്നെ പോകേണ്ടത് ട്രിബ്യൂണലിലേക്കാണ്. അതാണ് നാലാമത്തെ പോയിൻ്റായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. 5 ആൻഡ് ഫൈനൽ എന്ന് പറയുന്നത് സെക്ഷൻ 70 പ്രകാരം നിയമിതരാകുന്ന ആർബിട്രേറ്റർ പുറപ്പെടുവിക്കുന്ന ഏതെങ്കിലും അവാർഡിന്മേൽ അപ്പീൽ ഉണ്ടെങ്കിൽ അത് പോകേണ്ടത് ട്രിബ്യൂണലാണ്. അപ്പോൾ ഈ 5 കാര്യങ്ങളുള്ള അപ്പീലാണ് നമ്മളെ ട്രിബ്യൂണൽ കൈകാര്യം ചെയ്യുന്നത്. അതാണ് സെക്ഷൻ 82 പറയുന്നത്. കൃത്യമായി മനസ്സിലായി എന്ന് ധരിക്കുന്നു. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് കടക്കാം. സെക്ഷൻ 82 പ്രകാരമുള്ള അപ്പീലിൻ്റെ സമയപരിധി അല്ലെങ്കിൽ ടൈം ലിമിറ്റാണ് ഇനി സൂചിപ്പിക്കുന്നത്. ഒരു അവാർഡുണ്ടായി അല്ലെങ്കിൽ ഒരു തീരുമാനം ഓർഡേഴ്സ് ഉണ്ടായി, അങ്ങനെ ഡേറ്റ് ഓഫ് ഓർഡർ മുതൽ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് അവാർഡ് മുതൽ 60 ദിവസത്തിനുള്ളിൽ വിതിൻ 60 ഡേയ്സ് 60 കാണുന്നുണ്ടല്ലോ, 60 ദിവസത്തിനുള്ളിൽ ട്രിബ്യൂണലിന് അപ്പീൽ പോയിരിക്കണം. അതാണ് സമയപരിധി. അത് പ്രധാനപ്പെട്ട ഒരു ടൈം ലിമിറ്റാണ് 60 ഡേയ്സ്. പിന്നെ മറ്റൊരു ടൈം ലിമിറ്റ് ഇതോടൊപ്പം ചേർത്ത് പറയുന്നുണ്ട്. എങ്ങനെയാണ്? നമ്മൾ 60 ഡേയ്സിനുള്ളിൽ അപ്പീൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു അപേക്ഷ അപ്പീലിന് വേണ്ടി ലഭിച്ചാൽ 6 മാസത്തിനുള്ളിൽ അപ്പീലിന്മേൽ ഡിസിഷൻ ഈ പറയുന്ന ട്രിബ്യൂണൽ എടുത്തിരിക്കണം. പിന്നൊരു ടൈം ലിമിറ്റ് പറയുന്നുണ്ട്. അങ്ങനെ എടുത്താൽ 15 ദിവസത്തിനുള്ളിൽ ബന്ധപ്പെട്ട പാർട്ടികൾക്ക് രേഖാമൂലം ആ തീരുമാനം അറിയിച്ചിരിക്കണം. അപ്പം 3 ടൈം ലിമിറ്റ് ഞാൻ പറഞ്ഞു. ഒന്ന് 60 ഡേയ്സ് അപ്പീൽ കൊടുക്കേണ്ട ടൈം ലിമിറ്റ്, തീരുമാനമെടുക്കേണ്ടത് 6 മന്ത്സ് 6 മാസം, അറിയിക്കേണ്ടത് 15 ദിവസം, 60 ദിവസം, 6 മാസം, 15 ദിവസം. മറക്കണ്ട, ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലാതെ പറയരുത്, ഞാൻ പറഞ്ഞു എഴുതിക്കോണം. അതേപോലെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇത്തരത്തിൽ ട്രിബ്യൂണൽ പുറപ്പെടുവിക്കുന്ന ഒരു ഉത്തരവ് അല്ലെങ്കിൽ അവാർഡുകൾ ഷാൽ ബി ഫൈനൽ, അന്തിമമായിരിക്കും എന്നുള്ള അതിൻ്റെ ആധികാരികത പറയുന്ന ഒരു പോയിന്റ് കൂടി ചേർത്ത് വായിക്കുക. കഴിഞ്ഞ ചാപ്റ്ററിൽ തുടരെ വരുന്ന 3 സെക്ഷനുകൾ ഞാൻ സംസാരിച്ചു. സെക്ഷൻ 82 ഇപ്പോൾ പറഞ്ഞു അപ്പീൽ. ഇനി സെക്ഷൻ 83 അപ്പീൽ ടു അതർ അതോറിറ്റീസ്, 84 റിവിഷൻ ബൈ ട്രിബ്യൂണൽ, അത് പറഞ്ഞല്ലോ. 84 ട്രിബ്യൂണലിൻ്റെ റിവിഷൻ. അതുപോലെ 85 റിവ്യൂ ഓഫ് ദ ഓർഡേഴ്സ് ബൈ ട്രിബ്യൂണൽ. അപ്പോൾ 85 റിവ്യൂ, 84 റിവിഷൻ. ഇനി ആ റിവിഷൻ എന്താണെന്ന് നോക്കാം. 83 വരുന്ന അപ്പീൽ ടു അതർ അതോറിറ്റി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. അത് മാത്രം പറഞ്ഞ് അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. സെക്ഷൻ 84 എന്താണ്? റിവിഷൻ ബൈ ട്രിബ്യൂണൽ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഈ റിവ്യൂവും അതുപോലെ തന്നെ റിവിഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വിശദമായി നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ സംസാരിച്ചില്ലേ? അത് മനസ്സിലായില്ലേ? ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒന്നുകൂടി കണ്ടിട്ട് ഇത് തുടർന്ന് കാണുന്നതായിരിക്കും അഭികാമ്യം. ഇനി നമുക്ക് സെക്ഷൻ 84 ട്രിബ്യൂണലിൻ്റെ റിവിഷൻ എന്താണെന്ന് വളരെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ടൊന്ന് പരിശോധിക്കാം. ഒരു ട്രിബ്യൂണലിൻ്റെ മുൻപിൽ ഒരു അപ്പീലിന് വിധേയമായ ഏതെങ്കിലും ഒരു ഓർഡേഴ്സിൻ്റെ ഒരു തീരുമാനത്തിൻ്റെ ഒരു ഡിസിഷൻ്റെ അതിൻ്റെ ലീഗൽ വാലിഡിറ്റി, നിയമസാധുത അല്ലെങ്കിൽ അതിൻ്റെ സാംഗത്യം, അതേക്കുറിച്ച് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും നടപടിക്രമങ്ങൾ സംബന്ധിച്ചുള്ള രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ട്രിബ്യൂണൽ ഒരു പരിശോധന നടത്താവുന്നതാണ്. അതൊരു കംപ്ലീറ്റ് എക്സാമിനേഷനാണ്. അതാണ് റിവിഷൻ എന്ന് പറയുമ്പോൾ, കംപ്ലീറ്റ് എക്സാമിനേഷനാണ്. ട്രിബ്യൂണലിന് എക്സാമിനേഷന് ശേഷം യുക്തമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പരിശോധിക്കപ്പെട്ട ഉത്തരവ്, ഓർഡേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഡിസിഷൻ ഭേദഗതി ചെയ്യാം, മോഡിഫൈ ചെയ്യാം, ഓൾട്ടർ ചെയ്യാം, അതുപോലെ ക്യാൻസൽ ചെയ്യാം, റദ്ദ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ റിവ്യൂവിന് വിധേയമാക്കാം. ഇങ്ങനെ ചെയ്യുന്ന അനുയോജ്യമായ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്ന ഈ നടപടിക്രമത്തിനെയാണ് ആക്ച്വലി റിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, റിവിഷൻ ഈസ് ദ കംപ്ലീറ്റ് എക്സാമിനേഷൻ ഓഫ് ലീഗൽ വാലിഡിറ്റി, അതുപോലെ തന്നെ പ്രൊപ്രൈറ്റി ഓഫ് ദ എക്സിസ്റ്റിംഗ് ഓർഡർ. അതാണ് നമ്മൾ ആദ്യം റിവിഷനെ കുറിച്ച് മനസ്സിലാക്കി. 2 കാര്യങ്ങൾ പറയുന്നുണ്ട്, പിന്നെ അതിൻ്റെ കണ്ടീഷൻസായിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു റിവിഷൻ ട്രിബ്യൂണൽ കൈക്കൊള്ളുമ്പോൾ 2 കാര്യങ്ങൾ പരിശോധിക്കപ്പെടണം. അതിന് അപ്പീൽ സമയപരിധി കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. അതോടൊപ്പം തന്നെ അപ്പീലിന് വിധേയമായിട്ടുള്ള ഒരു കേസാണോ അത് എന്നും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. എന്നാൽ ഇവിടെ 2 കേസിലും അതിൻ്റെ എക്സ്പയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിഗണിക്കപ്പെടേണ്ടതില്ല. ഒന്ന്, അപ്പീലിന് വിധേയമായിട്ടുണ്ടെങ്കിൽ അപ്പീൽ തന്നെ പോട്ടെ.
അത് പരിഗണിക്കപ്പെടേണ്ടതില്ല. അതുപോലെ തന്നെ അപ്പീൽ കാലാവധിക്ക് മുമ്പായിരിക്കണം റിവിഷൻ പെറ്റിഷൻ കൊടുക്കേണ്ടത്. ഇനി സെക്ഷൻ 85 ട്രിബ്യൂണൽ ഉത്തരവുകളുടെ പുനർപരിശോധന, അതാണ് റിവ്യൂ ഓഫ് ഓർഡേഴ്സ് ഓഫ് ട്രിബ്യൂണൽ. റിവ്യൂവിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു, അത് അതിൻ്റെ തന്നെ ഉത്തരവിൻ്റെ ഒരു പുനഃപരിശോധനയാണ്. അതാണ് റിവ്യൂ എന്ന് പറയുക. അപ്പോൾ രജിസ്ട്രാറുടെ സ്വന്തം നിലയിലുള്ള ആപ്ലിക്കേഷൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഏതെങ്കിലും കക്ഷികളുടെ അപേക്ഷ പ്രകാരമോ, രണ്ട് കാര്യങ്ങളാണ്. ട്രിബ്യൂണലിന് അതിൻ്റെ തന്നെ ഉത്തരവ് പുനഃപരിശോധിക്കാനുള്ള അധികാരമുണ്ട്. യുക്തമെന്ന് തോന്നുകയാണെങ്കിൽ പുതിയ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്യാം. ഈ ഒരു സംവിധാനത്തെ, ഒരു നടപടിക്രമത്തിനെയാണ് പറയുക റിവ്യൂ ഓഫ് ഓർഡേഴ്സ്. ഇനി പ്രധാനമായിട്ടും റിവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു എവിഡൻസ് പുതിയതായിട്ട് സമർപ്പിക്കാൻ അതിൻ്റെ വിചാരണ വേളയിൽ വിട്ടുപോയി എന്നതിൻ്റെ അഫക്റ്റഡ് കക്ഷികൾ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ, എവിഡൻസിന് പുതിയൊരു എവിഡൻസ് കിട്ടി, അത് കുറച്ചുകൂടി വിധിക്ക് ഗുണകരമാകും എന്ന് ഏതെങ്കിലും കക്ഷിക്ക് തോന്നുകയാണെങ്കിൽ, അത് ട്രിബ്യൂണലിന് ബോധ്യപ്പെടുകയാണെങ്കിൽ റിവ്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും ഹാജരാക്കിയ രേഖകൾ പ്രഥമ ദൃഷ്ടിയ തെറ്റുകുറ്റങ്ങൾ അല്ലെങ്കിൽ ഇറഗുലാരിറ്റീസ് അല്ലെങ്കിൽ ഡിഫക്ട്സ് ഉണ്ടെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ ആ ഘട്ടത്തിലും വേണമെങ്കിൽ ഇട്ട ഉത്തരവ് റിവ്യൂ ചെയ്യാനുള്ള അധികാരം ഈ ട്രിബ്യൂണലിന് ഉണ്ടാകും. അതാണ് ഇതിൻ്റെ റിവ്യൂവിനുള്ള സാഹചര്യങ്ങൾ രണ്ടാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു ടൈം ലിമിറ്റ് പറയുന്നത് നമ്മൾ നേരത്തെ റിവിഷനിൽ പറഞ്ഞതുപോലെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള 90 ഡേയ്സാണ്. അപ്പോൾ ട്രിബ്യൂണലിൻ്റെ ഒരു ഓർഡർ ഇട്ടാൽ ആ ഓർഡർ തീയതി മുതൽ 90 ദിവസത്തിനുള്ളിൽ ഈ റിവ്യൂവിന് പുനഃപരിശോധന ഹർജി നൽകേണ്ടതാണ്. 90 ഡേയ്സ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിപ്രധാനമായ മറ്റൊരു സെക്ഷനാണ് ഇന്റർലൊക്യൂട്ടറി ഓർഡേഴ്സ്, ഇടക്കാല ഉത്തരവുകൾ എന്ന് മലയാളം. അതിൻ്റെ സെക്ഷൻ 86. അപ്പോൾ സെക്ഷൻ 86 ഇന്റർലൊക്യൂട്ടറി ഓർഡർ. രണ്ട് സെക്ഷനുകളെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് സാധാരണഗതിയിൽ ഇടക്കാല ഉത്തരവുകൾ വരിക. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ 82 പ്രകാരമുള്ള ട്രിബ്യൂണലിന് മുന്നാകെ സമർപ്പിക്കുന്ന അപ്പീലിന്മേലുള്ള വിധി ഒരു കാലതാമസം ഉണ്ടാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് ആ വിധി വരാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ സെക്ഷൻ 84 നമുക്കറിയാം, റിവിഷനിൽ ഡോക്യുമെൻറ്റ്സ് കാൾ ഫോർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ അതിൻ്റെ ഉത്തരവ് ഓർഡേഴ്സിന് അല്ലെങ്കിൽ അവാർഡിന് കാലതാമസം ഉണ്ടാകും. അങ്ങനെ വന്നാൽ അത് നമ്മുടെ താല്പര്യങ്ങൾ, നിയമപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് കൃത്യമായ ദോഷമുണ്ടാകും എന്ന് ബോധ്യപ്പെടുത്താൻ ട്രിബ്യൂണലിനെ ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ അവർക്ക് യുക്തമെന്ന് തോന്നുന്ന പക്ഷം ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. അതിനെയാണ് നമ്മൾ ഇന്റർലൊക്യൂട്ടറി ഓർഡേഴ്സ് എന്ന് പറയുക. അപ്പോൾ സെക്ഷൻ 82 സെക്ഷൻ 84 കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഇന്റർലൊക്യൂട്ടറി ഓർഡേഴ്സ് ട്രിബ്യൂണൽ പ്രഖ്യാപിക്കുന്നത്. ഇനി 2 ഫോമുകൾ കൂടി മനസ്സിലാക്കി വയ്ക്കുന്നത് ഇതിൻ്റെ ഒരു ഗുണകരമാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ അപ്പീൽ പെറ്റീഷൻ നമ്മൾ പറയുന്ന നിയമത്തിൽ പറയുന്ന ഒരു അപ്പൻഡിക്സ് 2 പെടുന്ന ഫോം നമ്പർ 15 അപ്പീൽ മെമ്മോറാണ്ടം തയ്യാറാക്കി സമർപ്പിക്കേണ്ടത്. അതേസമയം റിവ്യൂ പെറ്റീഷൻ നൽകേണ്ടത് ഫോം നമ്പർ 16 അപ്പൻഡിക്സ് 2 തന്നെ പറയുന്ന ഫോം നമ്പർ 16 റിവ്യൂ പെറ്റീഷൻ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അപ്പീൽ പെറ്റീഷൻ ഫോം നമ്പർ 15. അപ്പോൾ ഈ 2 ഫോമുകളും കൂടി മനസ്സിലാക്കി വയ്ക്കുക. ഇതിനോടൊപ്പം ഹാജരാക്കുന്ന രേഖകൾ രണ്ടും സമാനമാണ്. 2 കേസിലും സമാനമാണ്. നമ്മൾ ഈ പറഞ്ഞ അപ്പീലിൻ്റെ കേസിലായിരുന്നാലും റിവ്യൂവിൻ്റെ കേസിലും ഇതിനോടൊപ്പം നമ്മൾ ആപ്ലിക്കേഷനോടൊപ്പം സമർപ്പിക്കേണ്ട ഡോക്യുമെൻസിൻ്റെ ഒരു സംഗതി സമാനമായ ഡോക്യുമെൻസ് ആണ്. നമുക്ക് പറയും പോലെ ഈ ഒറിജിനൽ ഉത്തരവിൻ്റെ 2 കോപ്പികൾ ഈ അപ്പീലിനായാലും റിവ്യൂവിനായാലും അതിനോടൊപ്പം അപേക്ഷയോടൊപ്പം സമർപ്പിച്ചിരിക്കണം. ഈ 2 കോപ്പിയിൽ ഒന്ന് കോർട്ട് ഫീ സ്റ്റാമ്പ് ₹1.50 കോർട്ട് ഫീ സ്റ്റാമ്പ് പതിച്ച ഒറിജിനൽ കോപ്പി ആയിരിക്കണം. ഒന്ന് പകർപ്പായിരിക്കണം. കൂടുതൽ കോപ്പികൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും നൽകാൻ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ നിയമപ്രകാരം അടയ്ക്കേണ്ടുന്ന ട്രഷറിയിൽ റെമിറ്റ് ചെയ്യേണ്ടുന്ന ഫീസും റെമിറ്റ് ചെയ്ത് വേണം ഇത്തരം അപേക്ഷ അപ്പീലിനായാലും റിവ്യൂവിനായാലും സമർപ്പിക്കേണ്ടത്. ഇതിൽ രണ്ടിനും നടപടിക്രമങ്ങൾ ഒന്ന് തന്നെയാണ്. ഫോം വ്യത്യസ്തവുമാണ്. ഫോം നമ്മൾ ചർച്ച ചെയ്യും. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ കേരള ബാങ്ക് ക്ലർക്ക് കാഷ്യർ പരീക്ഷയുടെ പ്രത്യേക ക്ലാസ് സ്പെഷ്യൽ ക്ലാസിൻ്റെ 12ാമത് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട് എന്ന് പറയുന്ന 7ാമത്തെ മൊഡ്യൂളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ നമ്മൾ വിശദമായി തന്നെ ചർച്ച ചെയ്തു. ഇത് പല ആവർത്തി നിങ്ങൾ സശ്രദ്ധം വീക്ഷിക്കുക. ഇതിൽ നിന്നും
5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് കൃത്യമായി ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന് പ്രതീക്ഷിച്ച പോലെ തന്നെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതും നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക. 5 മാർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ പ്രത്യേക വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. അടുത്ത വളരെ സുപ്രധാനമായ മറ്റൊരു മൊഡ്യൂളുമായി നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വീണ്ടും കാണും. അതുവരെ സൈനിങ് ഔട്ട്, നിങ്ങളുടെ അജിത് കുമാർ. താങ്ക് യു.